Secure Electronic Transaction (SET). What is secure electronic transaction? Secure electronic transaction or SET is a system which ensures security and integrity of electronic transactions done using credit cards. ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് നമ്മളെല്ലാം ഫെമിലിയർ ആണ്. ഇപ്പോൾ ആമസോണിൽ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. ദിസ് ഇസ് യൂസ്ഡ് ഓൺലി ഫോർ ദ electronic transaction or payment. SET is not some system that enables payment, but it is a security protocol applied on those payments. It uses different encryption and hashing techniques to secure payments over internet done through credit cards. Who all uses SET? Visa, MasterCard, Microsoft, Netscape, etc. SET protocol restricts revealing of credit card information to merchants and order details to banks. SET ഒരു ഓൺലൈൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കസ്റ്റമർ ഇൻവോൾവ് ആയിരിക്കും. കസ്റ്റമർ ഒരു മെർച്ചൻറ്റിൽ നിന്നായിരിക്കും വാങ്ങുന്നത്, മെർച്ചൻറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. ദെൻ ബാങ്കിൽ നിന്നാണ് ബാങ്കാണ് പേയ്മെന്റ് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് മെർച്ചൻസുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ബാങ്ക് മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ ഡീറ്റെയിൽസ് ഓൺലി it should be known by the merchants. Customer order details മെർച്ചൻസുമായിട്ട് മാത്രം ഷെയർ ചെയ്താൽ മതി, ബാങ്കുമായിട്ട് ഷെയർ ചെയ്യണ്ട. അപ്പോൾ അതാണ് restricts revealing of credit card details to merchants and order details to banks. അപ്പോൾ മെർച്ചൻസിന് ഓർഡർ ഡീറ്റെയിൽസ് മാത്രം മതി, ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് മാത്രം മതി. Requirements in SET. It has to provide mutual authentication. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് എന്ന് പറയുന്നത് കാർഡ് ഹോൾഡർ ഓർ ദ കസ്റ്റമർ authentication. Cardholder authentication by confirming if the customer is intended user. Then അതുപോലെ തന്നെ വേണ്ടതാണ് merchant authentication. മെർച്ചന്റ് ആണ് ഇത് കൊടുക്കുന്നത്, കമോഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെർച്ചന്റ് ആണ്. അപ്പോൾ മെർച്ചന്റിനെ ഓതന്റിക്കേറ്റ് ചെയ്യണം. കാർഡ് ഹോൾഡർ ഓർ കസ്റ്റമർ ഓതന്റിക്കേഷൻ ആൻഡ് ഓൾസോ മെർച്ചന്റ് ഓതന്റിക്കേഷൻ. ഈ ട്രാൻസാക്ഷനകത്ത് രണ്ട് ടൈപ്പ് ഇൻഫർമേഷൻ ആണ് ജനറേറ്റഡ് ആവുന്നത്. ഒരു കസ്റ്റമർ ഒരു മെർച്ചന്റിനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ രണ്ട് ടൈപ്പ് ഇൻഫർമേഷൻ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇൻഫർമേഷൻ ഇസ് ഓർഡർ ഇൻഫർമേഷൻ. എന്തെങ്കിലും ഒരു ഓർഡർ എടുക്കുന്നു, ഇപ്പൊ ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും, ആ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓർഡർ ഇൻഫർമേഷൻ, ദാറ്റ് ഇസ് OI. ആൻഡ് ദെൻ ദ പേയ്മെന്റ് ഇൻഫർമേഷൻ, PI. ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. പേയ്മെന്റ് ഇൻഫർമേഷൻ ആണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ക്രെഡിറ്റ് കാർഡ് നമ്പർ, അതിലെ എക്സ്പയറി ഡേറ്റ്, അങ്ങനത്തെ കുറച്ച് ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് പേയ്മെന്റ് ഇൻഫർമേഷൻ. ദെൻ ഓർഡർ ഇൻഫർമേഷൻ. ഇപ്പോൾ ഓർഡർ ഇൻഫർമേഷൻ മാത്രം മെർച്ചന്റ് അറിഞ്ഞാൽ മതി, പേയ്മെന്റ് ഇൻഫർമേഷൻ അറിയിക്കേണ്ടത് ആരെയാണ്? ബാങ്കിനെയാണ്. ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം ഈ രണ്ട് ഇൻഫർമേഷൻ. It has to be resistive against message modifications, that is, no changes should be allowed in the content being transmitted. കണ്ടന്റിന് ഇപ്പോൾ പേയ്മെന്റ് ഇൻഫർമേഷൻ ആണെങ്കിലും ഓർഡർ ഇൻഫർമേഷൻ ആണെങ്കിലും ആ കണ്ടന്റിന് ചേഞ്ച് വരരുത്. ഇൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് ചേഞ്ച് ആവരുത്. SET also needs to provide interoperability and make use of best security mechanisms. Next is the key features of SET. First one is the confidentiality of information. Confidentiality means secrecy. Cardholder account and payment information is secured as it travels across the network. Mainly the credit card information secure ആയിരിക്കണം. Integrity of data. Payment information sent from cardholders to merchants includes order information, personal data, and payment instructions. SET guarantees that these message contents are not altered in transit. Modification വരരുത് എന്നുള്ളതാണ് integrity കൊണ്ട് മീൻ ചെയ്യുന്നത്. Then cardholder account authentication. Cardholder means customer. കസ്റ്റമറിനെ മെർച്ചന്റിന് ഒതന്റിക്കേറ്റ് ചെയ്യാൻ, ഇറ്റ്സ് എ വാലിഡ് കസ്റ്റമർ ഓർ ലെജിറ്റിമേറ്റ് കസ്റ്റമർ ആണെന്ന് ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. Then merchant authentication. മെർച്ചന്റും അതുപോലെ the customer should be able to verify that a merchant has a relationship with a financial institution, allowing it to accept payment cards. ഈ IPs, SSLഉം അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ച പ്രോട്ടോകോൾസ്, IP സെക്യൂരിറ്റി, SETs, SSL, TLS, ഈ പ്രോട്ടോകോൾസും SET ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് SETക്ക് ഒരു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം മാത്രം സെലക്ട് ചെയ്താൽ മതി. കാരണം SET എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. വേറൊരു, അതായത് പേയ്മെന്റ്, ഷോപ്പിംഗ് ചെയ്തിട്ട് പേയ്മെന്റ്, അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ്. വേറൊരു പർപ്പസിന് അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ഒരു വൺ സെറ്റ് ഓഫ് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ഈസ് ഇനഫ്.
This makes sense because SET is a single application with a single set of requirements, whereas IPsec and SSL TLS are intended to support a range of applications. Participants in secure electronic transaction. So first one, participating ആൾക്കാർ ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ കാർഡ് ഹോൾഡർ ഓർ കസ്റ്റമർ. കസ്റ്റമർ ആണ് സാധനം പർച്ചേസ് ചെയ്യുന്നത്, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ദെൻ ഇഷ്യൂവർ. ഇഷ്യൂവർ മീൻസ് ദ കസ്റ്റമേഴ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കസ്റ്റമറിന് ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. കസ്റ്റമറിന്റെ ബാങ്കിനെ പറയുന്നതാണ് ഇഷ്യൂവർ. ദെൻ മെർച്ചന്റ്. മെർച്ചന്റ് ആണ് ഇത് സാധനങ്ങളൊക്കെ വിൽക്കണ ആള്, മെർച്ചന്റ്. എക്വയറർ, മെർച്ചന്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മെർച്ചന്റിന്റെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ് എക്വയറർ. Then certificate authority ഉണ്ടായിരിക്കണം. Authority which follows certain standards and issues certificates like X.509 version 3 to all other participants. അപ്പോൾ ഇങ്ങനെ 5 participants ആണ് ഇതിൽ included ആയിട്ടുള്ളത്. Card holder or customer, issuer. Issuer means customers financial institution. Then merchant, acquirer. Acquirer means merchants financial institution and the certificate authority. Participants in SET. പാർട്ടിസിപ്പൻസിനെയാണ് ഒരു പിക്ചർ വെച്ച് ഇതിനെ കാണിച്ചിരിക്കുന്നത്. കാർഡ് ഹോൾഡർ ഓർ ദ കസ്റ്റമർ, ദിസ് ഇസ് എ മെർച്ചന്റ്. ത്രൂ ഇന്റർനെറ്റ് എവറിഥിങ് ഈസ് കണക്റ്റഡ്. ദെൻ സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അതോറിറ്റി. ദെൻ ഇഷ്യൂവർ എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അക്വയറർ മെർച്ചന്റിന്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മെർച്ചന്റിന് കസ്റ്റമറിന്റെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ മെർച്ചന്റിന്റെ ബാങ്കും ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് ബാങ്കിന്റെ ആയാലും അതിന്റെ ട്രാൻസാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ പേയ്മെന്റ് ഗേറ്റ് വേ. ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് റിക്വയർഡ് ഫോർ എ ട്രാൻസാക്ഷൻ. ഒരു ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിൽ നടക്കുന്ന ഇവന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോണിക് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ആ ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ അതിൽ നടക്കുന്ന ഓരോ ഇവന്റ്സ് എന്തൊക്കെയായിരിക്കും? സോ ഫസ്റ്റ് വൺ, ദ കസ്റ്റമർ ഓപ്പൺസ് ആൻ അക്കൗണ്ട്. ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്ന കസ്റ്റമർ. ദ കസ്റ്റമർ ഒബ്റ്റെയിൻസ് എ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് സച്ച് as മാസ്റ്റർ കാർഡ് ഓർ വിസ വിത്ത് എ ബാങ്ക് ദാറ്റ് സപ്പോർട്ട് ഇലക്ട്രോണിക് പേയ്മെന്റ് ആൻഡ് SET. സെക്കൻഡ് ഇവന്റ് എന്ന് പറയുന്നത് ദ കസ്റ്റമർ റിസീവ്സ് എ സർട്ടിഫിക്കറ്റ്. ബാങ്കിൽ ഒരു അക്കൗണ്ടും ക്രെഡിറ്റ് കാർഡും ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമറിന് സർട്ടിഫിക്കറ്റ് കിട്ടും. ആഫ്റ്റർ സ്യൂട്ടബിൾ വെരിഫിക്കേഷൻ ഓഫ് ഐഡന്റിറ്റി ദ കസ്റ്റമർ റിസീവ്സ് ആൻ X.509 version 3 digital certificate which is signed by the bank. The certificate verifies the customer's RSA public key and its expiration date. Then third event എന്ന് പറയുന്നത് merchants have their own certificates. Merchantsനും അതുപോലെ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. A merchant who accepts a certain brand of card must be in possession of 2 certificates for 2 public keys owned by the merchant. One for signing messages and one for key exchange. Merchant also needs a copy of the payment gateway's public key certificate. Payment gatewayയുടെയും public key സർട്ടിഫിക്കറ്റ് മെർച്ചന്റിന് ഉണ്ടായിരിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത് പബ്ലിക് കീ ആണ്. The customer places an order. Customer അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഐറ്റം ഓർഡർ ചെയ്തു. The merchant is verified. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് മെർച്ചന്റിനെ വെരിഫൈ ചെയ്യുന്നു. In addition to the order form, the merchant sends a copy of its certificate. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ മെർച്ചന്റിന്റെ പബ്ലിക് കീ സെൻഡ് ചെയ്യുന്നു. So that the customer can verify that he or she is dealing with a valid store. അപ്പോൾ അത് ആ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് നോക്കിയാൽ കസ്റ്റമറിന് മെർച്ചന്റിന്റെ മെസ്സേജസ് റീഡ് ചെയ്യാൻ പറ്റും. മെർച്ചന്റ് ആണ് സെൻഡ് ചെയ്തതെന്ന് മനസ്സിലാവും, കാരണം മെർച്ചന്റിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് അത് ഡീക്രിപ്റ്റ് ചെയ്തത്. Then the order and payment are sent. പിന്നെ അത് കഴിഞ്ഞ് ഓർഡറും പേയ്മെന്റും കസ്റ്റമർ സെൻഡ് ചെയ്യുന്നു. The customer sends both order and payment information to the merchant. അപ്പോൾ അതിൽ പേയ്മെന്റ് ഇൻഫർമേഷൻ മെർച്ചന്റിന് അറിയേണ്ട ആവശ്യമില്ല, ഓർഡർ ഇൻഫർമേഷൻ മാത്രം അറിഞ്ഞാൽ മതി. പേയ്മെന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഓഫ് ദ കസ്റ്റമർ ആണ്, അത് മെർച്ചന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ദ കസ്റ്റമർ സെൻഡ്സ് ബോത്ത്, but the payment information will be in encrypted form. The payment information is encrypted in such a way that it cannot be read by the merchant. The customer's certificate enables the merchant to verify the customer. The sequence of remaining events 7, 8, 9, 10 events കൂടി ഉണ്ട്. Next one എന്ന് പറയുന്നത് the merchant requests payment authorization. The merchant sends the payment information to the payment gateway. പേയ്മെന്റിന്റെ ഇൻഫർമേഷൻ കസ്റ്റമർ മെർച്ചന്റിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബട്ട് ഇൻ എൻക്രിപ്റ്റഡ് ഫോം സോ ദാറ്റ് ദ മെർച്ചന്റ് കനോട്ട് റീഡ് ഇറ്റ്, ബട്ട് ദ മെർച്ചന്റ് ക്യാൻ സെൻഡ് ദ പേയ്മെന്റ് ഇൻഫർമേഷൻ വിച്ച് ഇസ് ഇൻ എൻക്രിപ്റ്റഡ് ഫോം ടു ദ പേയ്മെന്റ് ഗേറ്റ്വേ. പേയ്മെന്റ് ഗേറ്റ്വേക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കണം. പേയ്മെന്റ് ഗേറ്റ്വേ ആണ് പേയ്മെന്റിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. കസ്റ്റമർ ത്രൂ പേയ്മെന്റ് ഗേറ്റ്വേ ആണ് പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളാണെങ്കിലും ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ പേയ്മെന്റിന്റെ സമയത്ത് ഒരു ഗേറ്റ്വേ സെലക്ട് ചെയ്യാനായിട്ട് പറയും, പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യാനായിട്ട് പറയും. The payment gateway requesting authorization that the customer's available credit is sufficient for this purchase. The merchant confirms the order.
Payment authorization കഴിഞ്ഞാൽ merchant ഈ order confirm ചെയ്യുന്നു. The merchant sends in confirmation of the order to the customer. The merchant provides the goods or service. അതിനുശേഷം goods ship ചെയ്യുന്നു. The merchant ships the goods or provides the service to the customer. The merchant requests payment. Payment request ചെയ്യുന്നത് to the payment gateway. This request is sent to the payment gateway which handles all of the payment processing. ഇത്രയ്ക്കും events ആണ് ഒരു ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിൽ നടക്കുന്നത്. ഡ്യുവൽ സിഗ്നേച്ചർ. ഡ്യുവൽ എന്ന് പറഞ്ഞ മീനിങ് ടു എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ വാട്ട് എവർ ദേ ആർ എൻക്രിപ്റ്റിംഗ് വിത്ത് ദ പ്രൈവറ്റ് കീ ഓഫ് ദ സെൻഡർ, അതിനെയാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറിന് രണ്ട് ടൈപ്പ് ഇൻഫർമേഷൻ ആണ് കസ്റ്റമർ ജനറേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ ഇസ് ഓർഡർ ഇൻഫർമേഷൻ OI. ദിസ് ഇസ് ഫോർ ദ ഇന്റൻഡഡ് ഫോർ ദ മെർച്ചന്റ്. ദെൻ പേയ്മെന്റ് ഇൻഫർമേഷൻ ലൈക്ക് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഇതൊക്കെ ബാങ്കുമായിട്ടാണ് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടത്. അങ്ങനെ രണ്ട് ഇൻഫർമേഷൻ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഓർഡർ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ഐറ്റം ഓർഡർ ചെയ്തെങ്കിൽ ആ ഐറ്റത്തിന്റെ ഓർഡർ ഇൻഫർമേഷൻ, ഓർഡർ നമ്പർ, ഓർഡർ ഡീറ്റെയിൽസ് ഇതൊക്കെ സെൻഡ് ചെയ്യേണ്ടത് മെർച്ചന്റിനാണ്. ദെൻ ഈ സെയിം ഐറ്റത്തിന്റെ തന്നെ പേയ്മെന്റ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യേണ്ടത് ബാങ്കിനാണ്. പക്ഷെ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഈ ഓർഡറിന്റെ ഈ ഐറ്റത്തിന്റെ പ്രൈസ് ആണ്, ഈ ഐറ്റത്തിന്റെ പേയ്മെന്റ് ആണ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് ഒരു ഡ്യുവൽ സിഗ്നേച്ചർ ആയിട്ടാണ്, ഡ്യുവൽ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഫോം ചെയ്തിട്ട് അങ്ങനെയാണ് കസ്റ്റമർ മെർച്ചന്റിന് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ കസ്റ്റമർ ഈ മെർച്ചന്റിന് സെൻഡ് ചെയ്യുമ്പോൾ മെർച്ചന്റിന് ഈ ഡ്യുവൽ സിഗ്നേച്ചറിൽ രണ്ട് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, ഓർഡർ ഇൻഫർമേഷൻ ആൻഡ് ദ പേയ്മെന്റ് ഇൻഫർമേഷൻ. പേയ്മെന്റ് ഇൻഫർമേഷൻ മെർച്ചന്റിന് റീഡ് ചെയ്യാൻ പറ്റരുത്. കാരണം പേയ്മെന്റ് ഡീറ്റെയിൽസ് മെർച്ചന്റിന് അറിയേണ്ട ആവശ്യമില്ല. മെർച്ചന്റിന് അത് റീഡ് ചെയ്യാൻ പറ്റരുത്. ഓർഡർ ഇൻഫർമേഷൻ മാത്രം മെർച്ചന്റിന് റീഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാങ്കിന് പേയ്മെന്റ് ഇൻഫർമേഷൻ മാത്രം കിട്ടിയാൽ മതി, ഓർഡർ ഇൻഫർമേഷൻ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. വൈ ഡോണ്ട് ദേ സെൻഡ് ഇറ്റ് സെപ്പറേറ്റ്ലി? ഇത് സെപ്പറേറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് സെൻഡ് ചെയ്തത്? ഫോർ എക്സാമ്പിൾ, ഓർഡർ ഇൻഫർമേഷൻ മെർച്ചന്റിന് മാത്രമായിട്ട് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പേയ്മെന്റ് ഇൻഫർമേഷൻ ബാങ്കിന് മാത്രമായിട്ട്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് സെൻഡ് ചെയ്താൽ അത് തമ്മിലുള്ള കണക്ഷൻ അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന്റെ ഓർഡർ എടുക്കുമ്പോൾ അതിന്റെ പ്രൈസ് ആണ് ഈ പേയ്മെന്റിൽ കൊടുക്കുന്നത്. അപ്പൊ അത് തമ്മിൽ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് രണ്ടും ടുഗദർ ആയിട്ട് തന്നെ സെൻഡ് ചെയ്യുന്നു യൂസിങ് ഡ്യുവൽ സിഗ്നേച്ചർ. In this case, the customer wants to send the order information OI to the merchant and the payment information PI to the bank. So customer create ചെയ്യുന്ന information എന്ന് പറയുന്നത് only two information. First one is the order information and second one is the payment information. The merchant does not need to know the customer's credit card number or details. That means payment information മെർച്ചന്റിന് അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബാങ്കിന് കസ്റ്റമറുടെ ഓർഡർ ഡീറ്റെയിൽസും അറിയേണ്ട ആവശ്യമില്ല. The customer is afforded extra protection in terms of privacy by keeping these two items separate. However, the two items must be linked in a way that can be used to resolve disputes if necessary. The link is needed so that the customer can prove that this payment is intended for this order and not for some other good service. പേയ്മെന്റും ആ ഓർഡറും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഇതിനെ ഒരുമിച്ചാണ് ടുഗദർ ആയിട്ട് ഡ്യുവൽ സിഗ്നേച്ചർ ഫോം ചെയ്യുന്നത്. ഡ്യുവൽ സിഗ്നേച്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. സോ കസ്റ്റമറിന്റെ രണ്ട് ഇൻഫർമേഷൻ ഉണ്ട്, PI പേയ്മെന്റ് ഇൻഫർമേഷനും OI ഓർഡർ ഇൻഫർമേഷനും. കസ്റ്റമർ ടേക്സ് ദ ഹാഷ് വാല്യൂ, ഹാഷ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നത് SHA-1 ആണ് യൂസ് ചെയ്യുന്നത്, സെക്യൂർ ഹാഷ് അൽഗോരിതം. അപ്പൊ PIയുടെ ഹാഷ് വാല്യൂ എടുക്കണം. PI മീൻസ് പേയ്മെന്റ് ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ എടുക്കണം. ദെൻ ഓർഡർ ഇൻഫർമേഷന്റെയും ഹാഷ് വാല്യൂ എടുക്കണം. പേയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഓർഡർ ഇൻഫർമേഷന്റെ സെപ്പറേറ്റ് ആയിട്ട് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഹാഷ് വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. HOI മീൻസ് ഓർഡർ ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ എടുത്തു, ദെൻ അതുപോലെ പേയ്മെന്റ് ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ എടുത്തു. ഇനി ഈ രണ്ട് ഹാഷ് വാല്യൂസിനെയും കൺകാറ്റിനേറ്റ് അപ്പെൻഡ് ചെയ്തു. ഹാഷ് വാല്യൂ ഓഫ് PIയുടെ ഒപ്പം ജസ്റ്റ് അപ്പെൻഡ് ചെയ്തു, ഹാഷ് വാല്യൂ ഓഫ് ഓർഡർ ഇൻഫർമേഷൻ അപ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഓർഡർ ഇൻഫർമേഷൻ പ്ലെയിൻ ടെക്സ്റ്റ് ഇല്ല, രണ്ടിലും ഹാഷ് വാല്യൂ മാത്രമാണുള്ളത്. ദെൻ ഇതിനെ അപ്പെൻഡ് ചെയ്തതിന്റെ ടുഗദർ ആയിട്ട് ഒന്നും കൂടി രണ്ടിന്റെ ഒരുമിച്ചൊരു ഹാഷ് വാല്യൂ കാണാം എടുക്കും. H of PI appended with H of OI, then together ഇതിന്റെ ഹാഷ് വാല്യൂ എടുക്കണം. അപ്പൊ ഇതിനെ PIയും OIയുടെയും ഒരുമിച്ചുള്ള ഹാഷ് വാല്യൂ എടുത്തു. ദെൻ എന്ത് ചെയ്യുന്നു? ഈ ഹാഷ് വാല്യൂനെ, ഇപ്പൊ കിട്ടിയ ഹാഷ് വാല്യൂനെ കസ്റ്റമറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. കസ്റ്റമറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു. പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്ന എപ്പോഴും എന്തിനാണ്? സിഗ്നേച്ചർ കൊടുക്കാനാണ്. ദാറ്റ് മീൻസ് ഒരു ആളുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തെങ്കിൽ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ തന്നെ പബ്ലിക് കീ യൂസ് ചെയ്യേണ്ടി വരും. പബ്ലിക് കീ എല്ലാവർക്കും അവൈലബിൾ ആണ്, അയാളുടെ തന്നെ പബ്ലിക് കീ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഏത് പബ്ലിക് കീ ആണോ യൂസ് ചെയ്യുന്നത് ആ ആളുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തതെന്ന് ഒരു ഓതന്റിക്കേഷൻ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സിഗ്നേച്ചർ, പ്രൈവറ്റ് കീ ആണ് സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഡുവൽ സിഗ്നേച്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ചെയ്യുന്നത് ടു ഇൻഫർമേഷൻസ് ആണ് സെൻഡ് ചെയ്യേണ്ടത്. വൺ ഈസ് പേയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് അതർ വൺ ഈസ് ഓർഡർ ഇൻഫർമേഷൻ. അതിനെ ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പേയ്മെന്റ് ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ എടുത്തു, ദെൻ ഓർഡർ ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ എടുത്തു. ഈ ഹാഷ് വാല്യൂകളെ അപ്പൻഡ് ചെയ്തു, രണ്ടിനും കൺകാറ്റിനേറ്റ് ചെയ്തു. ദെൻ ഇതിന്റെ ഒരുമിച്ചുള്ള ഈ ടെക്സ്റ്റിന്റെ ഹാഷ് വാല്യൂ എടുത്തു, എഗെയിൻ അതിനെ പ്രൈവറ്റ് കീ ഓഫ് ദ കസ്റ്റമർ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഡുവൽ സിഗ്നേച്ചർ ഫോം ചെയ്യുന്നത്. So how to make dual signature? Dual signature നമ്മൾ നേരത്തെ പറഞ്ഞതിനെ എങ്ങനെ ഒരു പിക്ചർ വെച്ച് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ കസ്റ്റമർ ജനറേറ്റ് ചെയ്യുന്ന രണ്ട് ഇൻഫർമേഷൻ PI മീൻസ് പേയ്മെന്റ് ഇൻഫർമേഷൻ, ദിസ് ഇസ് OI ഓർഡർ ഇൻഫർമേഷൻ. ഈ രണ്ട് ഇൻഫർമേഷൻ ഉണ്ട്. ഇതിൽ പേയ്മെന്റ് ഇൻഫർമേഷൻ ബാങ്കിന് മാത്രം അറിഞ്ഞാൽ മതി, ഓർഡർ ഇൻഫർമേഷൻ മെർച്ചന്റിന് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ ഇതിനെ ഒരുമിച്ചാണ് സെൻഡ് ചെയ്യുന്നത്, ഡുവൽ സിഗ്നേച്ചർ ആക്കി മാറ്റി സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ പേയ്മെന്റ് ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ എടുത്തു. ഹാഷ് വാല്യൂ എടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ പറയും മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയും. അപ്പോൾ PIMD എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ്. ദെൻ ഓർഡർ ഇൻഫർമേഷന്റെ അതുപോലെ ഹാഷ് വാല്യൂ എടുത്തു. അപ്പോൾ എന്ത് കിട്ടും? ഓർഡർ ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി. ഇനി ഇതിന്റെ ഒപ്പം PIMDയുടെ ഒപ്പം OIMD അപ്പൻഡ് ചെയ്തു. അപ്പോൾ അതായത് ഇതിൽ പേയ്മെന്റ് ഇൻഫർമേഷനും ഓർഡർ ഇൻഫർമേഷനും. അപ്പോൾ എഗെയിൻ ഒരു ഹാഷ് കണ്ടു, ഇതിന്റെ ഹാഷ് വാല്യൂ കണ്ടു. അപ്പോൾ അതിനെ പേയ്മെന്റ് ഓർഡർ മെസ്സേജ് ഡൈജസ്റ്റ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള മെസ്സേജ് ഡൈജസ്റ്റ് എടുത്തു. എഗെയിൻ അതിനെ എന്ത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്തു? പ്രൈവറ്റ് കീ ഓഫ് ദ കസ്റ്റമർ, പ്രൈവറ്റ് കീ ഓഫ് ദ കസ്റ്റമർ വെച്ചിട്ട് അതിനെ എൻക്രിപ്റ്റ് ചെയ്തു. എൻക്രിപ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഡുവൽ സിഗ്നേച്ചർ ഫോം ചെയ്തത്. പേയ്മെന്റ് പ്രോസസ്സിംഗ്, ഒരു പേയ്മെന്റിനെ പ്രോസസ് ചെയ്യണമെങ്കിൽ ഒരു ഐറ്റം ഓർഡർ ചെയ്തു, എന്നിട്ട് അതിന്റെ പേയ്മെന്റ് പ്രോസസ്സിംഗ് നടക്കണം. അപ്പോൾ പേയ്മെന്റ് പ്രോസസ് ചെയ്യുന്നതിന് മെയിൻലി 3 ഫാക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് എ പർച്ചേസ് റിക്വസ്റ്റ്, then payment authorization, then payment capture. So payment process first component and first part ആണ് purchase request. So before the purchase request exchange begins, the cardholder has completed browsing, selecting and ordering. അപ്പോൾ ആദ്യം തന്നെ cardholder browse ചെയ്ത് item select ചെയ്തു, എന്നിട്ട് അതിന്റെ order place ചെയ്തു. The end of this preliminary phase occurs when the merchant sends a completed order form to the customer. മെർച്ചന്റ് ഒരു കംപ്ലീറ്റഡ് ഓർഡർ ഫോം കസ്റ്റമർ സെൻഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളിൽ SET സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ പ്രോട്ടോകോൾ വരുന്നത്. The purchase request exchange consists of 4 messages. First one is initiate request. In order to send SET messages to the merchant, the customer must have a copy of the certificate of the merchant and the payment gateway. കസ്റ്റമറിന് റിക്വസ്റ്റ് മെസ്സേജസ് സെൻഡ് ചെയ്യണമെങ്കിൽ this message includes brand of the credit card, ID, nuns, etc. The customer requests the certificates in the initiate request message, send it to the merchant. Then initiate request adine marubadi aayitana initiate response. Merchant generates a response and signs it with his private signature key. This includes the initiate response nathu endokku undayirikkum, merchant inde signature certificate undayirikkum, payment gateway ide key exchange certificate undayirikkum. Then ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് പർച്ചേസ് റിക്വസ്റ്റ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ പർച്ചേസ് റെസ്പോൺസ് ബ്ലോക്ക് ദാറ്റ് അക്നോളജസ് ദ ഓർഡർ ആൻഡ് പർച്ചേസ് ഒക്കെ റിക്വസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് റെസ്പോൺസ്. റിക്വസ്റ്റ് ചെയ്തപ്പോൾ റെസ്പോൺസ് ബ്ലോക്ക് ദാറ്റ് അക്നോളജസ് ദ ഓർഡർ ആൻഡ് റെഫറൻസസ് ദ കറസ്പോണ്ടിങ് ട്രാൻസാക്ഷൻ നമ്പർ. This block is signed by the merchant using its private signature key. The block and its signature are sent to the customer along with the merchant's signature certificate. Purchase request ne പറ്റി ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The card holder or the customer prepares the purchase request message. ഒരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാണ്. So for this purpose the card holder generates a one-time symmetric encryption key KS എന്ന് പറഞ്ഞൊരു കീയും കാർഡ് ഹോൾഡർ ഇതിന് എൻക്രിപ്ഷന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. വൺ ടൈം സിമെട്രിക് എൻക്രിപ്ഷൻ ആണ്, ഒരു സിംഗിൾ കീ ആണ് സെൻട്രൽ റിസീവറും യൂസ് ചെയ്യുന്നത്. പർച്ചേസ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. കാർഡ് ഹോൾഡർ ഓർ കസ്റ്റമർ എങ്ങനെയാണ് പർച്ചേസ് റിക്വസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഓർ പർച്ചേസ് റിക്വസ്റ്റ് ജനറേഷൻ. കാർഡ് ഹോൾഡർ സെൻഡ്സ് പർച്ചേസ് റിക്വസ്റ്റ് മെസ്സേജ്. ആർക്കാണ് ഈ പർച്ചേസ് റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്? മെർച്ചന്റിനാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറിന് എഗെയിൻ രണ്ട് ഇൻഫർമേഷൻ ഉണ്ട്, പേയ്മെന്റ് ഇൻഫർമേഷനും ദെൻ ഓർഡർ ഇൻഫർമേഷനും. അതിൽ മെർച്ചന്റിന് ഓർഡർ ഇൻഫർമേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ദെൻ ബാങ്കിന് അറിയേണ്ടത് പേയ്മെന്റ് ഇൻഫർമേഷൻ ആണ്. ഒരു പർച്ചേസ് റിക്വസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഇവിടെ PI മീൻസ് പേയ്മെന്റ് ഇൻഫർമേഷൻ. ഒന്നും എൻക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഇൻഫർമേഷൻ ആണിത്. പേയ്മെന്റ് ഇൻഫർമേഷൻ അതായത് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പേയ്മെന്റ് ഇൻഫർമേഷൻ. അതിൻ്റെ ഒപ്പം പ്ലസ്
പ്ലസ് മീൻസ് അപ്പൻഡിങ് ഡുവൽ സിഗ്നേച്ചർ കൊടുത്തു. ഡുവൽ സിഗ്നേച്ചർ കൂടി അതിൻ്റെ ഒപ്പം കമ്പൈൻ ചെയ്തു. കമ്പൈൻ ചെയ്യുന്ന പറയുമ്പോൾ ജസ്റ്റ് അപ്പൻഡ് ചെയ്ത് വെക്കുകയാണ്. എൻക്രിപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ഡുവൽ സിഗ്നേച്ചർ അപ്പൻഡ് ചെയ്തു. ദെൻ അതിൻ്റെ ഒപ്പം വീണ്ടും ഓർഡർ ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ്. ഓർഡർ ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ ആണ് ഇവിടെ അപ്പൻഡ് ചെയ്തിരിക്കുന്നത്, മെസ്സേജ് ഡൈജസ്റ്റ്. പേയ്മെന്റ് ഇൻഫർമേഷന്റെ പ്ലെയിൻ ടെക്സ്റ്റ് വാല്യൂ വെച്ചിട്ടുണ്ട്, ദെൻ ഡുവൽ സിഗ്നേച്ചർ വെച്ചിട്ടുണ്ട്, ദെൻ ഓർഡർ ഇൻഫർമേഷന്റെ മെസ്സേജ് ഡൈജസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങളെ ഇങ്ങനെ അപ്പൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ മൂന്നിനെയും EP എൻക്രിപ്റ്റ് ചെയ്യാണ്. എൻക്രിപ്റ്റ് ചെയ്യുന്നു. എന്ത് വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്? KS എന്ന് പറയുന്ന ഒരു സീക്രട്ട് കീ വെച്ചിട്ട്. ഇത് കസ്റ്റമർ സൈഡിലാണ് ഇതൊക്കെ നടക്കുന്നത്. KS എന്ന് പറഞ്ഞ സീക്രട്ട് കീ വെച്ച് കസ്റ്റമർ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. സീക്രട്ട് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നു. ദെൻ ഈ സീക്രട്ട് കീനെ ബാങ്കിന്റെ പബ്ലിക് കീ, KU ബാങ്ക് എന്ന് പറഞ്ഞാൽ U എന്ന് പറഞ്ഞ പബ്ലിക് കീ ഓഫ് ബാങ്ക് വെച്ചിട്ട്, ബാങ്കിന്റെ പബ്ലിക് കീ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആവും, പബ്ലിക് കീ ആണ്. അത് വെച്ച് കസ്റ്റമർ ഈ സീക്രട്ട് കീനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. KSനെ മാത്രം എന്ത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്തു? ബാങ്കിന്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. അപ്പൊ KSനെ ഡീക്രിപ്റ്റ് ചെയ്ത് KSനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ പ്രൈവറ്റ് കീ വെച്ച് മാത്രമാണ് കിട്ടുള്ളൂ. അതായത് ബാങ്കിന് മാത്രമാണ് ഈ സീക്രട്ട് കീനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കസ്റ്റമറിനും ബാങ്കിനും മാത്രമാണ് ഈ സീക്രട്ട് കീ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അപ്പൊ ഈ സീക്രട്ട് കീ വെച്ചിട്ടാണ് ഈ പേയ്മെന്റ് ഇൻഫർമേഷൻ ഡുവൽ സിഗ്നേച്ചർ OIMDനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് KS വെച്ചിട്ടാണ്. അപ്പൊ KS വെച്ചിട്ട് ചെയ്തുകൊണ്ട് KS അറിയുന്നത് ബാങ്കിന് മാത്രമായിരിക്കും, കസ്റ്റമറിനും ബാങ്കിനും മാത്രമാണ് അറിയുള്ളൂ. കാരണം ബാങ്കിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാങ്കിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് മാത്രമാണ് ഈ KSനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ബാങ്കിന് മാത്രമാണ് ഈ ഇൻഫർമേഷനെ ഡീക്രിപ്റ്റ് ചെയ്ത് പേയ്മെന്റ് ഇൻഫർമേഷൻ ഒക്കെ ബാങ്കിന് മാത്രമാണ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഈ എൻക്രിപ്റ്റ് ചെയ്ത PI പ്ലസ് ഡുവൽ സിഗ്നേച്ചർ പ്ലസ് ഓർഡർ ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ് ഇത്രയും സംഭവങ്ങളെ കൺകാറ്റനേറ്റ് ചെയ്തതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ എൻക്രിപ്റ്റ് ചെയ്ത വാല്യൂവിനെ ഇവിടെ, ഇതാണ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഇവിടെ വെക്കണം. പ്ലസ് ഈ സീക്രട്ട് കീനെ ബാങ്കിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് ഡിജിറ്റൽ എൻവലപ്പ്. എൻവലപ്പ് എന്ന് പറഞ്ഞൊരു കവർ. ആ കവറിന് അതിനകത്ത് കീ മാത്രമാണുള്ളത്. ജസ്റ്റ് ഈ കീനെ ബാങ്കിന്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. ഇനി ഡീക്രിപ്റ്റ് ചെയ്താൽ കിട്ടുന്ന കീ ആയിരിക്കും, സീക്രട്ട് കീ ആയിരിക്കും. ഇതിനെയാണ് ഡിജിറ്റൽ എൻവലപ്പ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ എൻവലപ്പും ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്ലസ് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ അടുത്തത്, അപ്പൊ ഇത് രണ്ടും ആദ്യം അറ്റാച്ച് ചെയ്തു. ദെൻ അതിൻ്റെ ഒപ്പം വീണ്ടും അപ്പൻഡ് ചെയ്യാണ് PIMD. PI എന്ന് പറയുന്നത് എന്താണ്? പേയ്മെന്റ് ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ്. അതായത് പേയ്മെന്റ് ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ പ്ലസ് ഓർഡർ ഇൻഫർമേഷൻ. ഇതിന്റെ ഹാഷ് വാല്യൂ അല്ല, ഡയറക്ട്ലി ഓർഡർ ഇൻഫർമേഷൻ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഡ്യുവൽ സിഗ്നേച്ചർ. ഡ്യുവൽ സിഗ്നേച്ചർ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഡ്യുവൽ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പേയ്മെന്റ് ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ, ദെൻ ഓർഡർ ഇൻഫർമേഷന്റെ ഹാഷ് വാല്യൂ, എന്നിട്ട് അതിനെ കൺകാറ്റനേറ്റ് ചെയ്ത് ടുഗദർ അതിന്റെ ഹാഷ് വാല്യൂ അതെടുത്തിട്ടാണ്, അതിനെയാണ് ഡുവൽ സിഗ്നേച്ചറിൽ, അതിനെ പ്രൈവറ്റ് കീ ഓഫ് ദ കസ്റ്റമർ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഡുവൽ സിഗ്നേച്ചർ ഫോം ചെയ്തിരിക്കുന്നത്. പ്ലസ് ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്, സർട്ടിഫിക്കറ്റ്. CA എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പബ്ലിക് കീ എന്നുള്ള മീനിങ് ആണ്. പബ്ലിക് കീ, ഇപ്പോൾ ഒരാളുടെ പബ്ലിക് കീ എല്ലാ പബ്ലിക് കീയും ഒരാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് കീ സെൻഡ് ചെയ്യണമെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. സർട്ടിഫിക്കറ്റ്, പബ്ലിക് കീ ഓഫ് ദ കസ്റ്റമർ ഇവിടെ സെൻഡ് ചെയ്യുന്നുണ്ട് ആസ് സർട്ടിഫിക്കറ്റ്. ദെൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യാന്നാണ് മീനിങ്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കീ എന്നാണ് മീനിങ്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു? മെർച്ചന്റിന് സെൻഡ് ചെയ്യുന്നു. അപ്പൊ മെർച്ചന്റ് ഇത്രയ്ക്കും കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നു. അപ്പൊ മെർച്ചന്റിന് ഇതിൽ ഈ ഫസ്റ്റത്തെ രണ്ട് കാര്യങ്ങൾ ഒന്നും കാണാൻ പറ്റില്ല. കാരണം എന്താണ്? ഡിജിറ്റൽ എൻവലപ്പ് എന്ന് പറയുന്നത് ബാങ്കിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത്. അപ്പൊ ബാങ്കിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് മാത്രമാണ് ഇതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാങ്കിന്റെ പ്രൈവറ്റ് കീ, ഒരാളുടെ പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിജിറ്റൽ എൻവലപ്പിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഡിജിറ്റൽ എൻവലപ്പിലെ കേസ് കിട്ടിയാൽ മാത്രമാണ് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. PI ഡ്യുവൽ സിഗ്നേച്ചർ OIMDനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്ര ഫസ്റ്റ് ടു തിങ്സിനെ മെർച്ചന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെർച്ചന്റ് അതെന്ത് ചെയ്യും? അതിനെ അങ്ങനെ തന്നെ എടുത്ത് ബാങ്കിന് കൊടുക്കും. പാസ്ഡ് ഓൺ ടു പേയ്മെന്റ് ഗേറ്റ്വേ ബൈ മെർച്ചന്റ്. പേയ്മെന്റ് ഗേറ്റ്വേ അതായത് ബാങ്കിന് മെർച്ചന്റ് ആദ്യത്തെ രണ്ട് ഫീൽഡിനെയും മെർച്ചന്റ് അങ്ങോട്ട് കൊടുക്കും. പിന്നെ അടുത്ത ഫീൽഡ് നോക്കാം, പേയ്മെന്റ് ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ്. അതിനെ മെർച്ചന്റിന് വ്യൂ ചെയ്യാൻ പറ്റും. ഓർഡർ ഇൻഫർമേഷൻ മെർച്ചന്റിന് വ്യൂ ചെയ്യേണ്ട കാര്യമാണ്, അത് വ്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ പേയ്മെന്റ് ഇൻഫർമേഷനും മെസ്സേജ് ഡൈജസ്റ്റിന് മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഡ്യുവൽ സിഗ്നേച്ചർ വ്യൂ ചെയ്യാൻ പറ്റും ആൻഡ് ദ സർട്ടിഫിക്കറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. പർച്ചേസ് റിക്വസ്റ്റ് മെസ്സേജ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. പർച്ചേസ് റിക്വസ്റ്റ് മെസ്സേജിൽ
പർച്ചേസ് റിക്വസ്റ്റ് അതിൽ വരുന്ന എന്തൊക്കെയാണ് ഫീൽഡ് എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ ആ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതിനൊന്നുകൂടി എഴുതി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, അതായത് പർച്ചേസ് this information will be forwarded to the payment gateway by the merchant and consists of payment gateway ക്കാണ് ഇതൊക്കെ വേണ്ടത്. Payment information, dual signature, then order information, message digest, ഇത്രയും കാര്യങ്ങളാണ് പേയ്മെന്റ് ഗേറ്റ്വേക്ക് കിട്ടുന്നത്. ദെൻ അടുത്ത ഡിജിറ്റൽ എൻവലപ്പ്. ഡിജിറ്റൽ എൻവലപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ ആ ഫിഗറിൽ പറഞ്ഞു. ഡിജിറ്റൽ എൻവലപ്പ്, ദിസ് ഇസ് ഫോംഡ് ബൈ എൻക്രിപ്റ്റിംഗ് KS with the payment gateway public key. It is called digital envelope because this envelope must be opened or decrypted before the other items listed previously can be read. Then order related information ആർക്കാണ് വേണ്ടത്? മെർച്ചന്റിനാണ് വേണ്ടത്. അതായത് ഓർഡർ ഇൻഫർമേഷൻ, then dual signature, then PIMD, payment information message digest, then card holder certificate, CA എന്ന് പറഞ്ഞു. This contains the card holders customers public signature key. സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം, അതിൽ പബ്ലിക് കീ ആണ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറിന്റെ പബ്ലിക് കീയും കൂടി ഇതിന് ഈ പർച്ചേസ് റിക്വസ്റ്റിൽ കൊടുക്കുകയാണ്. കാരണം കസ്റ്റമറിന്റെ പബ്ലിക് കീ വെച്ചാലാണ് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കസ്റ്റമറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തതിനൊക്കെ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റമറിന്റെ പബ്ലിക് കീ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെസ്സേജ് പർച്ചേസ് റിക്വസ്റ്റിൽ വരുന്നത്. അപ്പൊ ആ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന് തന്നെ ഒന്നും കൂടി റിട്ടേൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. നെക്സ്റ്റ്, മെർച്ചന്റ് ഇത് റിസീവ് ചെയ്യുമ്പോൾ, മെർച്ചന്റ് ഇപ്പോൾ പർച്ചേസ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു പറഞ്ഞു. അപ്പൊ അത് റിസീവ് ചെയ്യുന്ന സമയത്ത് മെർച്ചന്റ് എന്തൊക്കെ ചെയ്യണം? വെരിഫൈസ് ദ കാർഡ് ഹോൾഡർ സർട്ടിഫിക്കറ്റ്സ് ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് കാർഡ് ഹോൾഡർ സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചർ വെച്ചിട്ട് അതിനെ CA എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് വെരിഫൈ ചെയ്യുന്നു. ദെൻ വെരിഫൈസ് ദ ഡ്യുവൽ സിഗ്നേച്ചർ യൂസിങ് കസ്റ്റമേഴ്സ് പബ്ലിക് കീ. കസ്റ്റമറുടെ പബ്ലിക് കീ വെച്ചിട്ട് മെർച്ചന്റ് ഡ്യുവൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യുന്നു. കാരണം ഡ്യുവൽ സിഗ്നേച്ചർ അത് എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കസ്റ്റമറിന്റെ പ്രൈവറ്റ് കീ ആണ്. അപ്പൊ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റമറുടെ പബ്ലിക് കീ തന്നെ വേണം. പബ്ലിക് കീ മെർച്ചന്റിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യുന്നു. then processes the order and forwards the payment, എന്നിട്ട് ഓർഡറിനെ പ്രോസസ് ചെയ്യുന്നു മെർച്ചന്റ്. then forwards the payment information to the payment gateway for authorization. then sends a purchase response to the card holder. റിക്വസ്റ്റിന്റെ പ്രോസസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിന്റെ റെസ്പോൺസ് കസ്റ്റമറിന് തിരിച്ച് സെൻഡ് ചെയ്യും. പർച്ചേസ് റിക്വസ്റ്റ് ഇപ്പൊ മെർച്ചന്റ് കിട്ടി, ഇനി അതിനെങ്ങനെയാണ് മെർച്ചന്റ് വാലിഡേറ്റ് ചെയ്യാണ്, ഒതന്റിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതാണ് പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ പർച്ചേസ് റിക്വസ്റ്റിനകത്ത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് ഫോം ആണ്, ദെൻ ഡിജിറ്റൽ എൻവലപ്പ് ആണ്. ഇതിന് രണ്ടിനും മെർച്ചന്റിന് ഒന്നും റീഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇതിന് അങ്ങനെ തന്നെ മെർച്ചന്റ് ആർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്? ബാങ്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മെർച്ചന്റിന് ഇടുന്ന PIMD, അത് മെർച്ചന്റിന് റീഡ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ്, അതിനെ മെർച്ചന്റ് എടുത്തു. അതുപോലെ ഓർഡർ ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ് അല്ല, ജസ്റ്റ് അതിന്റെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓർഡർ ഇൻഫർമേഷൻ മെർച്ചന്റിന് അറിയേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഹാഷ് എടുക്കും. ഹാഷ് എടുക്കുമ്പോൾ അതിന്റെ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടും. ഇനി എന്ത് ചെയ്യും? ഈ PIMDനെയും OIMDനെയും അപ്പൻഡ് ചെയ്യും, കൺകാറ്റിനേറ്റ് ചെയ്തു, എന്നിട്ട് അതിന്റെ ഒരുമിച്ചുള്ള ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് ഡ്യുവൽ സിഗ്നേച്ചറിൽ ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പോൾ ഒരു POMD കിട്ടി. ഇതാണ് കാൽക്കുലേറ്റഡ് POMD. ഇതിന് ഡ്യുവൽ സിഗ്നേച്ചറിൽ വരുന്ന POMDനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കും. ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യും? കസ്റ്റമറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് അതിനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിന്റെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. പബ്ലിക് കീ വെച്ചിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ POMD കിട്ടും. ഈ രണ്ട് POMD ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ ഇത് വെരിഫൈഡ് ആണ്, അതായത് ഇതിലൊരു മോഡിഫിക്കേഷൻ നടന്നിട്ടില്ല, ഇത് വാലിഡേറ്റഡ് ആവും. അങ്ങനെയാണ് മെർച്ചന്റ് ഈ പർച്ചേസ് റിക്വസ്റ്റിനെ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ ബാങ്ക് ഇതിനെ വാലിഡേറ്റ് ചെയ്യേണ്ടി വരും. ബാങ്കിന് ഈ രണ്ട് കാര്യങ്ങളാണ് ബാങ്കിന് പോകുന്നത്. ബാങ്ക് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് നോക്കാം. After payment request, next payment process, the payment authorization. The payment authorization exchange consists of two messages: authorization request and authorization response. Next, we can see how the bank validates the purchase request. മെർച്ചന്റ് എങ്ങനെയാണ് പർച്ചേസ് റിക്വസ്റ്റ് വാലിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ബാങ്ക് എങ്ങനെയാണ് പർച്ചേസ് റിക്വസ്റ്റ് വാലിഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ മെർച്ചന്റിന് കസ്റ്റമർ പർച്ചേസ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. ദെൻ മെർച്ചന്റ് അതിൽ നിന്ന് ഈ എൻക്രിപ്റ്റഡ് പാർട്ടും ഡിജിറ്റൽ എൻവലപ്പും കൂടി അത് മെർച്ചന്റിന് വ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ആ പാർട്ടിനെ മെർച്ചന്റ് ബാങ്കിന് സെൻഡ് ചെയ്തു. ഈ ബാങ്കിന് നോർമലി ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ പേയ്മെന്റ് ഇൻഫർമേഷൻ ആണ്, ഓർഡർ ഇൻഫർമേഷൻ ആവശ്യമില്ല. അപ്പൊ ബാങ്ക് ഈ ഡിജിറ്റൽ എൻവലപ്പിനെ ഡീക്രിപ്റ്റ് ചെയ്യും.
ഡിക്രിപ്റ്റ് ചെയ്ത് ബാങ്കിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ എൻവലപ്പിനെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ബാങ്കിന്റെ തന്നെ പ്രൈവറ്റ് കീ PRB ബാങ്കിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്താൽ ഡിജിറ്റൽ എൻവലപ്പിനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ എൻവലപ്പിലുള്ള സീക്രട്ട് കീ ആണ്. അപ്പൊ സീക്രട്ട് കീ ബാങ്കിന് കിട്ടും. ഈ സീക്രട്ട് കീ വെച്ച് ഈ എൻക്രിപ്റ്റഡ് പാർട്ടിനെ ബാങ്ക് ഡീക്രിപ്റ്റ് ചെയ്യും. ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഇത് എൻക്രിപ്റ്റഡ് പാർട്ട് എന്തൊക്കെ വെച്ചതായിരുന്നു, ഇതിനെ സീക്രട്ട് കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പാർട്ട് കിട്ടും. അപ്പൊ അത് എന്തൊക്കെയാണ് ഇത് എൻക്രിപ്റ്റ് ചെയ്തത്? പേയ്മെന്റ് ഇൻഫർമേഷൻ ആണ് മെയിൻലി ബാങ്കിന് വേണ്ടത്. ദെൻ ഓർഡർ ഇൻഫർമേഷന്റെ മെസ്സേജ് ഡൈജസ്റ്റ് മാത്രം മതി. ഓർഡർ ഇൻഫർമേഷൻ ബാങ്കിന് ആവശ്യമില്ല. ഓർഡർ ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ ഡ്വെൽ സിഗ്നേച്ചർ ഉണ്ട്. ഇവിടെയാണ് ബാങ്ക് ഒരു വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ബാങ്ക് വെരിഫിക്കേഷൻ നടത്താനായിട്ട് ഹാഷ് വാല്യൂസിനെ കമ്പയർ ചെയ്ത് നോക്കണം. പേയ്മെന്റ് ഓർഡർ മെസ്സേജ് ഡൈജസ്റ്റിന്റെ ഹാഷ് വാല്യൂവിനെ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ അത് തന്നെ പേയ്മെന്റ് ഇൻഫർമേഷന്റെ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? പേയ്മെന്റ് ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടും. ദെൻ ഇവിടെ ഓർഡർ ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ് ഇതിനകത്ത് എൻക്രിപ്റ്റഡിനെ ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഓർഡർ ഇൻഫർമേഷൻ മെസ്സേജ് ഡൈജസ്റ്റ് ഇതിൽ നിന്ന് എടുത്തു. ഇനി ഇതിനെ രണ്ടിനെയും കൺകാറ്റിനേറ്റ് ചെയ്യും. കൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ PIMD പ്ലസ് OIMD. സോ POMD അതായത് പേയ്മെന്റ് ഓർഡർ മെസ്സേജ് ഡൈജസ്റ്റ്. എഗെയിൻ ഡുവൽ സിഗ്നേച്ചറിനകത്തും എൻക്രിപ്റ്റഡ് ഫോമിൽ POMD ഉണ്ട്, അതായത് പേയ്മെന്റ് ഓർഡർ മെസ്സേജ് രജിസ്റ്റർ ഉണ്ട്. അതിനെ കസ്റ്റമറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് ഡീക്രിപ്റ്റ് ചെയ്യും. പബ്ലിക് കീ എല്ലാവരുടെയും പബ്ലിക് കീ നോൺ ആയിരിക്കും. അപ്പൊ കസ്റ്റമറിന്റെ പബ്ലിക് കീ ഉപയോഗിച്ച് ഇതിനെ ഡുവൽ സിഗ്നേച്ചറിന് POMD-നെ ഡീക്രിപ്റ്റ് ചെയ്യും. അപ്പൊ ഡുവൽ സിഗ്നേച്ചറിൽ നിന്ന് കിട്ടിയ പേയ്മെന്റ് ഓർഡർ മെസ്സേജ് ഡൈജസ്റ്റും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത പേയ്മെന്റ് ഓർഡർ മെസ്സേജ് ഡൈജസ്റ്റും ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഈക്വൽ ആണെങ്കിലാണ് ഇത് ഓതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ പേയ്മെന്റ് ഇൻഫർമേഷനും ഇവിടെ ബാങ്കിന് കിട്ടും. ഇങ്ങനെയാണ് പർച്ചേസ് റിക്വസ്റ്റിന് ബാങ്ക് സൈഡിൽ നിന്ന് വാലിഡേഷൻ ചെയ്യുന്നത്. ഇതിനെയാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഫിഗറിൽ പറഞ്ഞിരിക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. The payment authorization exchange consists of two messages. First one is an authorization request and second one is authorization response. The merchant sends an authorization request message to the payment gateway or bank consists of the following. അപ്പോൾ അതിലാണ് purchase related information. ഇതൊക്കെയാണ് നമ്മൾ ആ ഫിഗറിൽ പറഞ്ഞത്. purchase related informations ആണ് payment information, dual signature, then order information message register OIMD, then the digital envelope. ഇത്രയൊക്കെയാണ് purchase related information ഈ മെസ്സേജിൽ ഉണ്ടായിരിക്കും. Next, authorization related informations. An authorization block including transaction ID signed with merchant's private key, encrypted one-time session key. Then authorization related information ഈ മെസ്സേജിൽ ഉണ്ടായിരിക്കും. Then certificates. Customer signature key certificate, merchant certificate and merchant's key exchange certificate. ഇത്രയ്ക്കും ഇൻഫർമേഷൻ മെസ്സേജിനകത്ത് ഉണ്ടായിരിക്കും. പേയ്മെന്റ് ഓതറൈസേഷൻ റെസ്പോൺസ്. പേയ്മെന്റ് ഓതറൈസേഷൻ റിക്വസ്റ്റ് കഴിഞ്ഞ് ഓതറൈസേഷന്റെ റെസ്പോൺസ് ആണ്. ആഫ്റ്റർ ഒബ്റ്റൈനിങ് ഓതറൈസേഷൻ ഫ്രം ദി ഇഷ്യൂവർ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബാങ്ക് ആണ്. അതിൽ നിന്ന് ഓതറൈസേഷൻ കിട്ടിയതിനു ശേഷം ദ പേയ്മെന്റ് ഗേറ്റ്വേ റിട്ടേൺസ് ആൻ ഓതറൈസേഷൻ റെസ്പോൺസ് മെസ്സേജ് ടു ദ മെർച്ചന്റ്. ഓതറൈസേഷൻ റെസ്പോൺസ് മെസ്സേജിൽ വരുന്ന എലമെന്റ്സ് ഇതൊക്കെയാണ്. ഓതറൈസേഷൻ റിലേറ്റഡ് ഇൻഫർമേഷൻ, ദെൻ ക്യാപ്ചർ ടോക്കൺ ഇൻഫർമേഷൻ. ക്യാപ്ചർ ടോക്കൺ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സൈൻഡ് എൻക്രിപ്റ്റഡ് ക്യാപ്ചർ ടോക്കൺ ടുഗദർ വിത്ത് ദ ഡിജിറ്റൽ എൻവലപ്പ്. ഇതിനെയാണ് പറയുന്നത്. ദെൻ സർട്ടിഫിക്കറ്റ്, ദ ഗേറ്റ്വേ സിഗ്നേച്ചർ കീ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഓതറൈസേഷൻ റെസ്പോൺസ് മെസ്സേജിൽ ഉണ്ടായിരിക്കും. So next one is the third one, that is the payment capture. Payment request കഴിഞ്ഞു, then payment authorization കഴിഞ്ഞു, അടുത്ത് payment processing വരുന്നതാണ് payment capture. This consists of a capture request and a capture response message. ഇതിലും request response മെസ്സേജുകളാണ്. Capture request message എന്താണ്? The merchant generates, signs and encrypts a capture request block which includes the payment amount and the transaction ID. പേയ്മെന്റ് ഗേറ്റ്വേക്ക് മെർച്ചന്റ് ഇത് സെൻഡ് ചെയ്യുന്നു, ക്യാപ്ചർ റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ പേയ്മെന്റ് ഗേറ്റ്വേ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഡിക്രിപ്റ്റ്സ് ആൻഡ് വെരിഫൈസ് ദ ക്യാപ്ചർ റിക്വസ്റ്റ് ബ്ലോക്ക്, ഡിക്രിപ്റ്റ്സ് ആൻഡ് വെരിഫൈസ് ദ ക്യാപ്ചർ ടോക്കൺ ബ്ലോക്ക് ഓൾസോ. It then checks for consistency between capture request and capture token. It then creates a clearing request. Payment send ചെയ്യാനായിട്ട്. That is sent to the issuer. Issuer എന്ന് പറയുന്നത് കസ്റ്റമറുടെ ബാങ്ക് ആണ്. Over the private payment network. This request causes funds to be transferred to the merchant's account. The gateway then notifies the merchant of payment in a capture response message. Capture request messageന് response ആയിട്ട് capture response message കൊടുക്കുന്നു മെർച്ചന്റിന്. Then notifies the merchant of payment in a capture response message. Next topic is the firewalls. So firewall is inserted between the premises network and the internet to establish a controlled link and to erect an outer security wall or perimeter forming a single choke point where security and audit can be imposed. ഇതാണ് നമ്മുടെ ഒരു ഇന്റേണൽ നെറ്റ്വർക്ക് നോക്കി, എന്റർപ്രൈസിന്റെ ഒരു കമ്പനിയുടെ ഇന്റേണൽ നെറ്റ്വർക്ക് ആണ്. അപ്പൊ അതിന് ഒരു ഫയർവാൾ ഇവിടെ വെക്കുന്നു, ഫയർവാൾ. സോ ഫയർവാൾ എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ഓർ അൺട്രസ്റ്റഡ് നെറ്റ്വർക്ക്, എക്സാമ്പിൾ ഇന്റർനെറ്റുമായിട്ട്
ഇവിടെ ഒരു ബാരിയർ പോലെ ഇത് വെക്കുന്നു. അപ്പോൾ ഇതിലൂടെ ആയിരിക്കും കൺട്രോൾഡ് ലിങ്ക് ആണ്, ഇതിലൂടെ ആവശ്യമുള്ള പാക്കറ്റ്സ് മാത്രം, അതായത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇല്ലാത്ത ഡാറ്റ മാത്രമാണ് ഇങ്ങോട്ട് എന്റർപ്രൈസ് നെറ്റ്വർക്കിലേക്ക് കടത്തിവിടുന്നത്. ഇതാണ് ഫയർവാളിന്റെ സ്ട്രക്ചർ. ദിസ് ഇസ് ദ ഇന്റേണൽ എന്റർപ്രൈസ് നെറ്റ്വർക്ക്, പ്രൊട്ടക്റ്റഡ് നെറ്റ്വർക്ക്. ദിസ് ഇസ് ദ അൺട്രസ്റ്റഡ് നെറ്റ്വർക്ക്. ഇൻ ബിറ്റ്വീൻ ഫയർവാൾ ഇസ് എ കൺട്രോൾഡ് ലിങ്ക്. A firewall defines a single choke point that keeps unauthorized users out of the protected network. Unauthorized users allow ചെയ്യില്ല, അതുപോലെ vulnerable servicesനൊക്കെ ഇത് barrier ആയിട്ട് act ചെയ്യും, and provides protection from various kind of IP spoofing and routing attacks. Provides a location for monitoring security related events. It's a convenient platform for several internet functions that are not security related അല്ലാത്ത functionsനും ഇത് convenient ആണ്. A firewall can serve as a platform for IP security. The firewall itself must be immune to firewallനെ അതുപോലെ attack ചെയ്യാതെ നോക്കണം. Itself must be immune to penetration. Techniques that firewall use to control access and enforce site security policy. So these are the techniques. Service control determines the types of internet services that can be accessed. ഏതൊക്കെ സർവീസിനെയാണ് allow ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഫയർവാൾ ഡിസൈഡ് ചെയ്യുന്നു. അതുപോലെ direction control determine the direction in which particular service request may be initiated and allowed to flow through the firewall. Then user control access to a service according to which a user is attempting to access it. Then behavior control controls how particular services are used. For example, the firewall may filter email to eliminate spam. ഇതൊക്കെയാണ് different techniques. Firewall using the different techniques. Next is the limitations of the firewall. Cannot protect against attacks that bypass the firewall. Then do not protect against internal threats. If internal network il endengiലും ഇപ്പോൾ disgruntled employee or one who cooperates with an attacker അങ്ങനത്തെ പ്രശ്നം internal problems ആണെങ്കിൽ ഫയർവാളിന് അത് ഡീൽ ചെയ്യാനായിട്ട് പറ്റില്ല. Then improperly secured wireless LAN, wireless networksലും ഫയർവാളിന് cannot guard against wireless communication between local systems on different sides of the internal firewall. Then laptop or portable storage device may be used and infected outside the corporate network, and after infecting, if it is attached to the internal network, again the firewall has limitation for the security. So mainly three types of firewalls are there: packet filters, application level gateway, and the third type is circuit level gateway. First type is the packet filtering firewalls. Packet filter എന്ന് പറയുമ്പോൾ packet ലെവലിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പാക്കറ്റ് ഫിൽറ്ററിംഗ് റൂട്ടർ നെറ്റ്വർക്ക് ലെയർ അപ്ലൈസ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ഈച്ച്. ഓരോ പാക്കറ്റിനും ഓരോ റൂൾസ് അപ്ലൈ ചെയ്യുന്നു. ആ പാക്കറ്റിന് ആ റൂൾസ് വെച്ചിട്ട് ഫോർവേഡ് ചെയ്യണോ ഡിസ്കാർഡ് ചെയ്യണോ എന്ന് ഈ ഫയർവാൾ ഡിസൈഡ് ചെയ്യുന്നു. ഫിൽറ്ററിംഗ് റൂൾസ് ആർ ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എ നെറ്റ്വർക്ക് പാക്കറ്റ് സച്ച് ആസ് ഇപ്പോൾ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്, പോർട്സ്, ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ആൻഡ് ഇന്റർഫേസ് ഇതൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു IP അഡ്രസ് എന്നുള്ള പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും ഏതെങ്കിലും റേഞ്ച് ഓഫ് IP അഡ്രസ് വരുന്ന പാക്കറ്റ്സുകൾ മാത്രം ഫോർവേഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യും. സം അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി, ട്രാൻസ്പാരൻസി ആൻഡ് സ്പീഡ്. ഇഫ് ദർ ഇസ് നോ മാച്ച് ടു എനി റൂൾ, ഒരു റൂളിന് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഡീഫോൾട്ട് ആക്ഷൻ ഈസ് ടേക്കൺ. ഡീഫോൾട്ട് ആക്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഡീഫോൾട്ട് ആക്ഷൻ പറയുന്നത് ഡിസ്കാർഡ് ചെയ്യാം പാക്കറ്റിനെ. ദാറ്റ് വിച്ച് ഇസ് നോട്ട് എക്സ്പ്രസ്ലി പെർമിറ്റഡ്. പെർമിറ്റ് ചെയ്യാത്ത ഒരു പാക്കറ്റ് ആണെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാം, അതായത് ഡിസ്കാർഡ് ചെയ്യാം. ഇനി എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റ് ചെയ്യാത്ത ഒരു പാക്കറ്റ് ആണെങ്കിൽ അതിനെ പെർമിറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഡീഫോൾട്ട് ഇസ് ഫോർവേഡ്. പാക്കറ്റ് ഫിൽറ്ററിംഗ് ഫയർവാളിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റൂട്ടറിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പാക്കറ്റ് ഫിൽറ്ററിംഗ് റൂട്ടർ. അപ്പോൾ ഇതിന്റെ സെക്യൂരിറ്റി പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ട പാക്കറ്റിനെ മാത്രം ഫോർവേഡ് ചെയ്യുന്നു ഇന്റർനെറ്റിൽ നിന്ന്, ഓർ ഡിസ്കാർഡ് ചെയ്യേണ്ട പാക്കറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. ഫിഗർ illustrates the packet filter firewall role as utilizing information from the transport network and data link layers to make decisions on allowable traffic flows and its placement in the border router between the external less trusted internet and the internal more trusted private network. Packet filtering firewalls വരുന്ന main attacks ഇതൊക്കെയാണ്. IP address spoofing, source routing attacks, tiny fragment attacks. So first one IP address spoofing എന്ന് പറയുമ്പോൾ where intruder transmit packets from the outside with internal host source IP address വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ then ഫയർവാളിന് അത് ഡിസ്കാർഡ് ചെയ്യില്ല, ഇന്റേണൽ അഡ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ source routing attacks where source specifies the route that a packet should take to bypass security measures. Then tiny fragment attacks. Intruder uses the IP fragmentation option to create extremely small fragments and force the TCP header information into a separate fragments to circumvent filtering rules. These three types of attacks are packet filtered firewalls le varuna attacks. So next is the application level gateway or proxy server. Acts as a relay of application level traffic. Relay ചെയ്യാൻ application level വരുന്ന ട്രാഫിക്സിനെ relay ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. Relays all data between the two endpoints. ഒരു എൻഡ് പോയിന്റിൽ നിന്ന് വേറെ എൻഡ് പോയിന്റിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പ്രോക്സി സെർവർ അതിനെ റിലേ ചെയ്യുന്നു.
If the gateway does not implement the proxy code for a specific application, then it is not supported and cannot be used. Application level gateways tend to be more secure than packet filters and can log and audit traffic at application level. Then application level gateway or proxy server ന്റെ figure ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ inside host, this is the outside host. So ഈ application level gateway, ഈ firewall ഒരു റിലേ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ഇൻസൈഡ് ഹോസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിന് കൊടുക്കുന്നു, ദെൻ അതിനെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഔട്ട്സൈഡ് കണക്ഷനിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ ഔട്ട്സൈഡ് കണക്ഷനിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഇപ്പോൾ ഫയൽ അല്ലെങ്കിൽ SMTP ഇമെയിൽ ഇതിനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് ആണ് റിലേ ചെയ്യാണ് ചെയ്യുന്നത് പ്രോക്സി സെർവർ. Figure illustrates the application level gateway or proxy server, emphasizing that it only supports a specific list of application services. The third type circuit level ആണ്. Circuit level എന്ന് പറയുമ്പോൾ TCP connections ആണ് അത് റിലേ ചെയ്യുന്നത്. അപ്പോൾ imposes security by limiting such TCP connections. Once created, but usually relays traffic without examining contents. ഒരു TCP connection establish ചെയ്യുന്നതിന് മുമ്പ് security ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം establish ചെയ്യുന്നു. Once establish ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കണക്ഷനിൽ വേറെ ഒന്നത് എക്സാമിൻ ചെയ്യുന്നില്ല, ആ കണക്ഷൻ കണ്ടിന്യൂ ചെയ്യും. Typically used when trust internal users by allowing general outbound connections. സർക്യൂട്ട് ലെവൽ ഗേറ്റ്വേയുടെ ഫിഗർ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു TCP കണക്ഷൻ ഔട്ട്സൈഡ് ഹോസ്റ്റുമായിട്ട് ഇൻസൈഡ് ഹോസ്റ്റുമായിട്ട് ഒരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് സർക്യൂട്ട് ലെവൽ ഗേറ്റ്വേ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് മുമ്പാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ട്രാഫിക് അലൗ ചെയ്യുന്നു. ഫിഗർ illustrates a circuit level gateway showing how it relates between two TCP connections. Note that it can be implemented in a standalone system or can be a specialized function in application level gateway for certain applications. Thank you.